നോക്കാനൊന്നും പോകണ്ട. അവളുടെ ഒരു അഹങ്കാരം. ജൂലി, നിന്നോടാണ് പറഞ്ഞത്, ഇത് എടുത്തിട്ട് പോയിക്കോ. ആരുടെ കയ്യിൽ നിന്ന് വാങ്ങിയത് അവർക്ക് തന്നെ കൊടുത്തോ. ഒന്ന് പോടി അവിടുന്ന്. ഞങ്ങൾക്ക് അതല്ലേ പണി. എന്താണ് നിങ്ങളുടെ രണ്ടുപേരുടെയും വിചാരം? ഞാൻ ആരാണെന്നാ? നീ നീതുവല്ലേ? ഇങ്ങോട്ട് വാ ജൂലി, നമുക്ക് പോകാം. എടി പ്രിയ, അവര് പോയി. ഇനി ഇതെന്ത് ചെയ്യാ? നീ നിന്റെ തലയിൽ കയറ്റി വെച്ചോ. നിന്നോട് ആരുടെ ഇത് മേടിക്കാൻ പറഞ്ഞത്? എടി പ്രിയ, ഞാൻ മേടിച്ചതല്ലല്ലോ, അവളിന്റെ മടിയിൽ വെച്ചതല്ലേ. വെച്ചാലും കൊള്ളാം, വെച്ചില്ലെങ്കിലും കൊള്ളാം, ഞാനറിയത്തില്ല. അവന്റെ ഒരു ഗിഫ്റ്റ്. എടി പ്രിയ, പെട്ടിക്കുള്ളിൽ നോക്ക്. എടി പ്രിയ, ഇത് നോക്ക്, അവൻ വീണ്ടും. അങ്ങോട്ടൊക്കെ കുഞ്ഞാപ്പോ, ടക്കടുവാവേ, നമ്മളോട് സ്നേഹമില്ല പ്രിയച്ചിക്ക്. പ്രിയച്ചി ഗിഫ്റ്റ് ഒക്കെ തുറന്ന് നോക്കി അവിടെ കുത്തിരിക്കാണ്. നമുക്ക് സൂചിച്ചാലൊന്നേ പ്രിയച്ചിക്ക് ഒരു പ്രശ്നമല്ലല്ലോ. എന്നാലും ഞാനേ പ്രിയച്ചിനെ ഇങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല ചിന്നു. എടി ഗൗരി, അവന് ഇത്രക്കായോ? എടി പ്രിയ, നമുക്ക് സംശയിക്കണം. ആ നീതു ചിലപ്പോ അവന്റെ പേരിൽ നമ്മളെ പറ്റിച്ചാണെങ്കിലോ? അങ്ങനെയാവോ? എനിക്ക് നല്ല സംശയമുണ്ട് പ്രിയ. അല്ലാതെ അനന്ത ഇങ്ങനെയൊന്നും ചെയ്യില്ല. അനന്തോട്ട് ചെയ്യും പ്രിയച്ചി. എന്താണ് പറഞ്ഞത്? എന്താണ് ചിന്നു? അനന്തോട്ട് തന്നെയാണ് ചെയ്തത് പ്രിയച്ചി. അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അതൊക്കെ ഞങ്ങൾ അവിടെ ഒളിഞ്ഞു നിന്നിട്ട് കാണില്ലായിരുന്നു. ഇവിടെ ഒളിഞ്ഞു നിന്നാ? അല്ലെങ്കിലും ഈ പ്രിയച്ചിക്ക് ഞങ്ങളോട് സ്നേഹമല്ലല്ലോ. ഞങ്ങൾ സൂചി വെക്കല്ലേ, അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് ഓടിയിട്ട് അവിടെ പോയി മറിഞ്ഞു നിന്നതാ. എന്തൊക്കെയാ പിള്ളേരെ നിങ്ങൾ പറയുന്നേ? ഓ പ്രിയച്ചി, ഞങ്ങൾ പറയണതൊന്ന് കേക്ക്. എടി പെണ്ണെ, അതന്നെയല്ലേ ഞാൻ ചെയ്യുന്നത്. പറ, എന്താണ്? അതില് പ്രിയച്ചി, ഞങ്ങളെ സൂചി കിട്ടുന്ന വെച്ചിട്ട് പേടിച്ചിട്ടാണ് മറിഞ്ഞു നിൽക്കുന്ന കടന്റെ അവിടെ. അപ്പോഴുണ്ടല്ലോ ഇവരെ വർത്താനം പറഞ്ഞത് ഞങ്ങൾ കേട്ടു. എന്താ നിങ്ങൾ കേട്ടേ? അനന്തേട്ടനല്ലേ? അനന്തേട്ടൻ ആ ഗൗതമേട്ടനോടും രാജേഷേട്ടനോടും ചോദിക്കുന്നത് ഞങ്ങൾ കേട്ടു. ഗിഫ്റ്റ് പ്രിയക്ക് കൊടുത്തോന്ന്. ഇപ്പൊ എങ്ങനെയുണ്ട്? നീയല്ലേ പറയലേ അനന്തും അങ്ങനെ ചെയ്യില്ല, അനന്തും അങ്ങനെ ചെയ്യില്ലാന്ന്. ഇപ്പൊ നിനക്ക് വിശ്വാസമായോ അവരുടെ ചെവി കേട്ടപ്പോ? എന്നാലും അവരിതെന്താ വിചാ? എന്റെ കൺമുന്നിൽ കാണട്ടെ, ശരിയാക്കി കൊടുക്കുന്നുണ്ട് ഞാൻ. പ്രിയച്ചി അത് ചോദിക്കാനും പറയാനൊന്നും വേണ്ട. പ്രിയച്ചി അങ്ങനെ നോക്കാണ്ടിരുന്നാ മതി. ഞങ്ങൾ സൂചി വെക്കാതെ ഒന്ന് രക്ഷിക്ക് പ്രിയച്ചി. എടി, അത് മാറ്റി പിടിക്ക്. ഇവരുടെ ടീച്ചർ വരുന്നു. അത് കുഞ്ഞപ്പ ടീച്ചർ വരുന്നു, നമുക്ക് ഇവിടുന്ന് ഓടാ. പ്രിയച്ചി, ഞങ്ങൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു കൊടുക്കല്ലേ പ്രിയച്ചി. മിസ്സേ, എന്ത് പറ്റി? പ്രിയച്ചി പറഞ്ഞു കൊടുക്കല്ലേ പ്രിയച്ചി. അത് പിന്നെ കുട്ടികളെ, നിങ്ങൾ ഇതിനെ കുറച്ച് കുട്ടികൾ ഓടി പോകുന്നുണ്ടോ? ഇല്ല. നിന്റെ അനിയത്തില്ലേ ആ ചിന്നു, അവളെ പോയേക്കുന്നേ. അവളുടെ ഗ്യാങ്ങപ്പെട്ട ഒറ്റയാളത്തിനും കാണാനില്ല അവിടെ. പ്രിയച്ചി പ്ലീസ്, പ്രിയച്ചി പറഞ്ഞു കൊടുക്കല്ലേ. അത് പിന്നെ മിസ്സേ, ഞാൻ അവിടെ തെരഞ്ഞു നോക്കട്ടെ. ഇവിടെ എവിടെയും കണ്ടാലേ അങ്ങോട്ട് വിളിച്ചു കൊണ്ടുവരാം. വേഗം കൊണ്ടുവരണേ. കൊണ്ടുവന്നോളാം മിസ്സേ. ഈ കുട്ടികളുടെ ഒരു കാര്യം, അവിടെ അവർക്കൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യാണ് അവിടെ. എന്നാലും ചിന്നു, ഇത് പ്രിയച്ചി പറഞ്ഞത് കേട്ടോ? എടി ചക്കി, ചിലപ്പോ നിന്റെ മമ്മി വിളിച്ചിട്ടുണ്ടാവൂലേ? എന്റെ മമ്മിയൊക്കെ വിളിക്കും മീനു. എന്നാലും പിന്നെ എന്തിനാ അപ്പൊ നമ്മളെ വിളിക്കാൻ വന്നിട്ട് ടീച്ചർ വിളിക്കാൻ പറഞ്ഞാണല്ലോ പറഞ്ഞത്? കണ്ടോ കണ്ടോ, കുത്തി കിട്ടിയിട്ട് വരുന്നുണ്ടോ? ഞങ്ങൾക്കൊന്നേ സൂചി വെക്കൂലട്ടോ. നിങ്ങളങ്ങനെ സന്തോഷിക്കൊന്നും വേണ്ട, നിങ്ങൾക്കും വെക്കും സൂചി. ഒന്ന് പോയിക്ക. എന്റെ മമ്മി ആരാന്നറിയോ? എന്റെ മമ്മിനെ ഇവിടെ എല്ലാവർക്കും പേടിയാണ്. എന്റെ മമ്മി വിളിച്ചു പറഞ്ഞാലേ പിന്നെ ഞങ്ങൾ ആരും സൂചി വെക്കൂല, നോക്കിക്കോ. അല്ല കുട്ടികളെ, നിങ്ങൾ മാത്രം എന്താ ഇവിടെ ഇരിക്കുന്നത്? ഞങ്ങൾക്ക് രണ്ടാൾക്കും കുത്തി കിട്ടിയതാ ടീച്ചറേ. നിങ്ങളുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. ആ ചക്കിയും മീനും എന്താ ഇവിടെ ഇരിക്കുന്നത്? എന്റെ മമ്മി വിളിച്ചില്ലേ? നിന്റെ മമ്മിയോ? നിന്റെ മമ്മി എന്തിനാ വിളിക്കണേ? ചക്കി അങ്ങനെ വേണം. എന്താ പോലെ ചിരി? അപ്പൊ എന്റെ മമ്മി വിളിക്കാന്ന് പറഞ്ഞതാണല്ലോ. എന്തിനാണെന്ന് ചോദിച്ചത്? അത് പിന്നെ ഞങ്ങൾക്ക് രണ്ടാൾക്കും സൂചി വേണ്ടാന്ന് പറയാനേ. നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ തൽക്കാലം ഇങ്ങോട്ട് വരും. മീനു, മമ്മി ചതിച്ചു. മീനു, ഓടിക്കോ. ഈ കുട്ടികൾ എവിടെ പോയി? എവിടെ പോയി? എന്ത് പ്രിയച്ചി, ഞങ്ങൾ സൂചി വെക്കാൻ പറഞ്ഞേക്കല്ലേ. ചിന്നു, ഞാൻ പറഞ്ഞതൊന്ന് കേക്ക് ചിന്നു. പ്രിയച്ചി ഒന്നും പറയണ്ട. എനിക്ക് സൂചി പേടി പ്രിയച്ചി. ചക്രവാണെങ്കിലും ഞാൻ പറഞ്ഞ കേൾക്കുന്നുണ്ടോ? പ്രിയച്ചി,
മീനു ഓടിക്കോ, ഈ പ്രിയേച്ചി നമ്മളെ ടീച്ചർക്ക് പിടിച്ചു കൊടുക്കും. ചക്കി വേഗോട്. എന്താ പറ്റിയത് ചിന്നൂസേ? അനക്ക് വട്ടായോ അന്ന് ചക്കിയുടെ പോലെ? അതല്ല തക്കറുവാവേ. ചിന്നു ഒന്നുമില്ല ചിന്നു. ദേ ചിന്നു, ഇത്ര നേരം നിന്റെ കണ്ണിന് എത്ര വെള്ളായിരുന്നു വന്നിരുന്നത്. ഇത്ര വേഗം അതൊക്കെ പോയിട്ട് ശരിയായോ? അയ്യോ പ്രീച്ചി, അതല്ല ഞാൻ പറഞ്ഞൊന്ന് കേക്ക്. എന്തൊക്കെയാണെന്നറിയോ? എന്താണ് ചിന്നു? എടി ചിന്നു, നീ ചിരിക്കാതെ കാര്യം പറ. അത് പിന്നല്ലേ പ്രിയേച്ചി, ചക്കിയില്ലേ അവിടെ നിന്നിട്ട് എന്തൊരു കളിയാക്കലായിരുന്നു ഞങ്ങളെന്നറിയോ? അവൾക്ക് സൂചി വെക്കൂല, ഞങ്ങൾക്ക് സൂചി വെക്കും പറഞ്ഞിട്ട്. മതി ചിരിച്ചത്. അവർക്ക് സൂചി വെക്കാൻ പറഞ്ഞിട്ടേ നിങ്ങൾക്ക് സൂചി വെക്കാതിരിക്കൊന്നുമില്ലല്ലോ. അതപ്പോ എന്ത് സങ്കടം. എന്തൊരു വ്യക്താണ് ആ സിസ്റ്റർ സൂചി വെച്ചിട്ട്. ഞാൻ കണ്ടതാട്ടോ. പിന്നെന്താ നീ കജ്ജിമൊക്കെ നോക്കണ സൂചി വെച്ച പാട്. നോക്കണ എവിടെ ഇന്നേ സൂചിയും കൊണ്ട് കുത്തിക്കണത്? അത്ര ദൂരം ഒന്ന് നോക്കിയാലേ കാണുന്നില്ല. എന്നിട്ട് അടുത്ത് വന്ന് നോക്ക്. അല്ലാതെ ആളുടെ കൊമ്പൊണ്ടൊന്നല്ല എന്നെ കുത്തിക്കണത് കേട്ടോ. അവിടെ തോണിയും വെച്ച് നോക്കി നിൽക്കാതെ വന്ന് നോക്കണ. ഇന്നാലും അത് എങ്ങനെ നീ നോക്കി നോക്ക്. മീനു ഓടി വാ. ഇത് വരുന്ന ചക്കി. മീനു, എടി മീനു. എന്ത് പെണ്ണേ ഇത് എന്നോടാ? അതല്ല ഞാൻ പറഞ്ഞതൊന്ന് കേക്ക് മീനു. എന്തെങ്കിലും പറയണമെങ്കിൽ വേഗം പറ പെണ്ണേ. എടി ഇക്രു പൊട്ട, ഞാൻ നോക്കിയിട്ട് അവിടെ ഒന്നും കാണാനല്ലോ. നിനക്ക് എന്നെ പറ്റിക്കാൻ പറ്റും, പക്ഷേ ടീച്ചറെ പറ്റിക്കാൻ പറ്റുമോ? അത് എന്ത് വർത്താനം അപ്പുജി പറഞ്ഞത്? എടി പൊട്ട ഇക്രു, അവിടെ ഉണ്ടല്ലോ നമ്മളൊക്കെ പേര് എഴുതി വെക്കേണ്ട സൂചി വെക്കണോരെ. പിന്നെ പോരാത്തിന് കയ്യമ്മ അടയാളപ്പെടുത്തണുണ്ട്. ഈ ഇക്രുടെ കളി ഇങ്ങോട്ട് നോക്കടാ. എന്റെ വെള്ളമൊക്കെ നോക്കടാ ഇത്. എടി മീനോ, എടി പൊട്ടത്തി, ഞാൻ എന്താ പറഞ്ഞെന്നറിയോ? എന്തായാലും പറ ചക്കി വേഗം. അത് പിന്നല്ലേ എടി പെണ്ണേ, അവിടെ ഇക്രു അപ്പം നിൽക്കണുണ്ടോ? നമുക്ക് ഉപോയപ്പം കൂടിയിട്ട് ആ ചിന്നുവിനും തക്കടുവാവക്കൊക്കെ ഒരു പണി കൊടുത്താലോ? എന്ത് പണിയാ? എടി പെണ്ണേ, നമ്മക്ക് ഓലി ആ തക്കടുവാവേ ചിന്നുക്ക് പ്രിയേച്ചിലേക്ക് നിൽക്കണെന്ന് പോയി പറഞ്ഞു കൊടുക്ക ടീച്ചറോട്. എടി ചക്കി പെണ്ണേ, പിന്നാന്ന് പറയാവേ. എന്താണ് പെണ്ണെ പറഞ്ഞു കൊടുത്താല് ഓൾക്ക് സൂചി വെക്കണത് നമുക്ക് പറഞ്ഞു നിന്ന് കാണാലോ. എടി പെണ്ണെ, അതല്ല നമ്മൾ ഓല് പറഞ്ഞു കൊടുക്കാൻ പോയാലേ നമ്മക്കൊക്കെ ആദ്യം സൂചി കിട്ടാ. അത് ചൂർട്ടോ. ഓ എടി പെണ്ണെ, അതിനാരെ ടീച്ചറേക്ക് പോണേ? നമ്മളവിടെ മറിഞ്ഞു നിൽക്കാണ്. ഇക്രു അപ്പം പോയി പറയട്ടെ. അത് കൊള്ളാം, നല്ലൊരു ഐഡിയ തന്നെയാണ്. ഇന്ന് വേഗം വാ, നമുക്ക് വേഗം പോയിട്ട് ഓലോട് പറയാ. എന്നിട്ട് വേണം ഒരു സൂചിക്ക് കുത്തിയിട്ട് കരഞ്ഞിട്ട് ഇങ്ങനെ വരുമ്പോ നമുക്ക് രണ്ടാക്കോലെ കൂക്കി കളിയാക്കണം. നമ്മൾ കളിയാക്കുമ്പോക്കിനി നമ്മക്കും കുത്ത് കിട്ടോ ചക്കി? നീ ഒന്നും മിണ്ടാതിരിക്കും മീനു. എടാ അപ്പു, ഇക്രു. എന്ത് ചക്കി? ഒരു ഹെൽപ്പ് ചെയ്യോ? ഹെൽപ്പോ? എന്ത് ഹെൽപ്പ്? ഒന്നിങ്ങനെ മാറി നിൽക്ക് അപ്പു. പറഞ്ഞു ചക്കി, ഞാൻ എന്താ ചെയ്യണ്ടേ? അത് പിന്നല്ലേ അവിടെ ആ തക്കുടുവാവി ചിന്നും കുഞ്ഞാപ്പും ഒക്കെ അവിടെ മറിഞ്ഞു നിൽക്കണ്ട് ആ പ്രിയേച്ചിന്റെ അടുത്ത് അപ്പത്തെ ഗ്രൗണ്ടില്. അതൊന്ന് ടീച്ചറോട് പോയി പറഞ്ഞു കൊടുത്തിട്ടേ ഒരു സൂചി വെച്ചാലും നമുക്ക്. അത്രേയോ? അത് ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. താങ്ക് യു ക്രൂ, താങ്ക്